നമസ്തേ. ഓം ഹരിശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു. അധ്യാത്മ രാമായണം ആരംഭിക്കുന്നത് വിഘ്നേശ്വര ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ്. എല്ലാ വിഘ്നങ്ങളും നീക്കിത്തരണേ എന്നുള്ള രീതി. എന്നിട്ട് ഉടൻ തന്നെ അതിൻ്റെ വരികൾ ഇങ്ങനെയാണ്: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. അധ്യാത്മ രാമായണത്തിലെ ബാലകാണ്ഡത്തിൽ ആദ്യ വരികൾ, അല്ലെങ്കിൽ ബാലകാണ്ഡം തുടങ്ങുന്നതിന് മുൻപേ തന്നെ ആദ്യ വരികൾ ഇങ്ങനെയാണ്: ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ. അങ്ങനെ ശാരിക പൈതൽ വന്ദിക്കപ്പെടേണ്ടവരെയൊക്കെ വന്ദിച്ചുകൊണ്ട് ആണ് അധ്യാത്മ രാമായണത്തിൻ്റെ രചനയുടെ തുടക്കം. അങ്ങനെയാണ്. അതിലെ ആദ്യ കാണ്ഡം ബാലകാണ്ഡമാണ്. 1700 വരികളാണുള്ളത്. നമ്മൾ വരികൾ ഒറ്റ വരികളായിട്ട് നോക്കുന്ന സമയത്ത് 1700 വരികളാണുള്ളത്. നമുക്ക് ഈ 1700 വരികൾ ഈ കർക്കിടമാസ പാരായണത്തിൽ 3 ദിനങ്ങളിലായിട്ട് നമുക്ക് പാരായണം ചെയ്യാൻ വേണ്ടി സാധിക്കും. ആദ്യത്തെ ദിനം നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് ഈ ബാലകാണ്ഡത്തിലെ ആദ്യ ഭാഗമായിട്ടുള്ള ഇഷ്ടദേവതാ വന്ദനം, അതുപോലെ തന്നെ രാമായണ മഹാത്മ്യം, ഉമാമഹേശ്വര സംവാദം, ഹനുമാന തത്വോപദേശം, ശിവൻ രാമായണ കഥ പറയുന്നു, പുത്രലാഭ ആലോചന. ഇത്രയും ഭാഗങ്ങൾ നമുക്ക് ഒന്നാമത്തെ ദിവസം പാരായണം ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ ദിവസം പാരായണം ചെയ്യപ്പെടുന്ന ഈ ഭാഗങ്ങളുടെ സാരാംശം, ആ സാരാംശം ആദ്യം തന്നെ കേട്ട് മനസ്സിലാക്കിയാൽ നമുക്കത് വായിക്കുന്ന സമയത്ത്, വരികൾ വായിക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ അത് മനസ്സിലാകും. ഇഷ്ടദേവതാ വന്ദനത്തിൽ പൈങ്കിളിയോട് വന്ദിക്കപ്പെടേണ്ടവരൊക്കെ വന്ദിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ട് ശ്രീരാമനെ സ്തുതി സ്മരിച്ചുകൊണ്ട് ആദ്യം തന്നെ ഇവിടെ വന്ദിക്കുന്നത് ഗണപതി ഭഗവാനെയാണ്. ഗണപതി സ്തുതിയാണ്. ഗണപതി ഭഗവാൻ നമുക്കറിയാം സകലതിനും കാരണക്കാരനാണ്, സകലതിനും കാരണനായിട്ടുള്ള ആളാണ് ഗണപതി ഭഗവാൻ. ഗണനായകനാണ്, അതുപോലെ തന്നെ ബ്രഹ്മസ്വരൂപനാണ്, കാരുണ്യമൂർത്തിയാണ്, പാർവതി പരമേശ്വര പുത്രനാണ്, ആനമുഖനാണ്. എല്ലാ കർമ്മങ്ങൾക്കും തടസ്സങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുന്ന സമയത്തും അവിടെ നിന്നാണ് ഗണപതി ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് നമ്മുടെ ഏതൊരു മാനുഷിക ജീവിതത്തിലെ ഏതൊരു കർമ്മവും തുടങ്ങുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെയാണ്. എഴുത്തച്ഛൻ എന്താണ്, എല്ലാ കർമ്മങ്ങൾക്കും വിഘ്നങ്ങളൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇവിടെ ഗണപതി ഭഗവാനെ സ്തുതിക്കുകയാണ്. അത് മാത്രമല്ല, പ്രാരബ്ധ വിഘ്നങ്ങൾ എന്ന് പറയും. ഈ വരികളിൽ തന്നെയുണ്ട് പ്രാരബ്ധ വിഘ്നം. പ്രാരബ്ധ വിഘ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ ലോക ജീവിതത്തിലെ വിഘ്നങ്ങളല്ല, നമ്മൾ ചെയ്ത എന്തെങ്കിലും തെറ്റുകൾ കൊണ്ടുണ്ടാകുന്ന വിഘ്നങ്ങളല്ല, മറിച്ച് നമ്മുടെ മുൻജന്മങ്ങളിലെ ജന്മാന്തരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാരണവും, പ്രാരബ്ധ കർമ്മം എന്നാണ് അതിനെ പറയുക, അത് കാരണവും വിഘ്നം വരാം. അപ്പൊ ആ വിഘ്നങ്ങൾ കൂടി നീക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഗണപതി ഭഗവാനെ സ്തുതിക്കുന്നത്. അങ്ങനെ ആദ്യം തന്നെ ഗണപതി ഭഗവാനെ സ്തുതിച്ചതിന് ശേഷം പിന്നീട് സ്തുതിക്കുന്നത് സരസ്വതി ദേവിയാണ്. സരസ്വതി ദേവി നമുക്കറിയാം അക്ഷര രൂപിണിയാണ്, വേദസ്വരൂപിണിയാണ്, വാഗ്ദേവതയാണ്. അങ്ങനെയുള്ള സരസ്വതി ദേവിയെ സ്തുതിക്കുന്ന സമയത്ത് ഇവിടെ പറയുകയാണ്, എഴുത്തച്ഛൻ പറയുകയാണ്, അതായത് നഗ്നനായവൻ കാട്ടിൽ നാണം മറന്ന് നൃത്തം ചെയ്യുന്നത് പോലെ, അതുപോലെ എൻ്റെ നാവിൽ എന്താണ്, അതുപോലെ എൻ്റെ നാവിൽ അനർഘളം ഇങ്ങനെ വാക്കുകളും വരികളൊക്കെ വരണമെന്ന് പറയുകയാണ്. അപ്പോൾ ആ രീതിയിൽ വാക്കുകൾ കിട്ടാൻ വേണ്ടിയിട്ട്, അനർഘളമായിട്ട് വാക്കുകൾ കിട്ടാൻ വേണ്ടി ഇവിടെ സരസ്വതി ദേവിയെ വന്ദിക്കുകയാണ്. സരസ്വതി ബ്രഹ്മമുഖത്തിലാണ് വസിക്കുന്നത് എന്നാണ് പറയുന്നത്. നല്ല ലക്ഷണയുക്തമായ വാക്കുകളും വരികളും എനിക്ക് കിട്ടണേ എന്ന് പറയാണ്. അത് പറയുകയാണ്, എന്താണ്, കടലിൽ തിരമാലകൾ എന്ന പോലെ അങ്ങനെ എനിക്ക് വാക്കുകൾ കിട്ടണം. അതായത് കടലിലെ തിരമാലകൾ നിൽക്കാറില്ല, അത് തുടർച്ചയാണ്. അതുപോലെ എനിക്ക് എന്താണ് വരികൾ ഇങ്ങനെ വരണം. ഞാനിതാ ഒരു ഉദ്യമത്തിന് തുടങ്ങിയിരിക്കുന്നു, ഒരു ഉദ്യമത്തിന് പുറപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് സരസ്വതി ദേവി വാഗ്ദേവതയുടെ ആ വാഗ്വിലാസം എൻ്റെ നാവിലുണ്ടാകണമെന്ന് പറയുകയാണ്. അതും നല്ല വരികൾ, ലക്ഷണയുക്തമായിട്ടുള്ള നല്ല അർത്ഥമുള്ള വരികൾ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി ദേവിയെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നേരെ സ്തുതിക്കുന്നത് കൃഷ്ണ ഭഗവാനെയാണ്, ശ്രീകൃഷ്ണ ഭഗവാനെയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ എന്നാണ് വിശ്വത്തിന്റെ ആത്മാവായിട്ടുള്ള മഹാവിഷ്ണുവാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത്. എന്നിട്ട് അവിടെ പറയാണ് വൃഷ്ണിവംശജാതനെ എന്ന് പറയാണ്. അത് വൃഷ്ണിവംശത്തിൽ പിറന്നവനെ. നമുക്ക് തോന്നും യദുകുലത്തിലല്ലേ ശ്രീകൃഷ്ണൻ പിറന്നത്, പിന്നെ വൃഷ്ണിവംശം എന്ന് പറയുന്നത് എന്ന് ചില സമയത്ത് നമുക്ക് തോന്നാം. പക്ഷേ ശ്രീകൃഷ്ണൻ അതാണ് വൃഷ്ണിവംശുവാണ്, മധുവംശുവാണ്, യദുവംശുവാണ്, സാത്വവംശുവാണ്. അങ്ങനെ വാസുദേവ വംശമാണെങ്കിൽ അതുമാണ്. അപ്പോൾ
ആദ്യം എന്താണ് യദുവംശം പിന്നീട് മധുവംശം, അങ്ങനെ അതായത് ഓരോ യദുവിൽ നിന്നുണ്ടായത്. അതിനുശേഷം എന്താണ് മധു എന്നുള്ള രാജാവ് ഉണ്ടായിരുന്നു. അപ്പോൾ മധുവിൽ നിന്നുണ്ടായത്. പിന്നെ അതുപോലെ തന്നെ വൃഷ്ണി എന്നുള്ള രാജാവ് ഉണ്ടായിരുന്നു. വൃഷ്ണിയിൽ നിന്ന് വന്നിട്ടുള്ളത്. പിന്നീട് എന്താണ് വൃഷ്ണിയിൽ നിന്ന് ക്ഷുരകൻ, പിന്നീട് വാസുദേവ, പിന്നീടാണ് ശ്രീകൃഷ്ണൻ. അങ്ങനെയാണ് പൈതൃകം നീളുന്നത്. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ വൃഷ്ണിവംശജാതനെ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ വൃഷ്ണിവംശത്തിൽ പിറന്ന കൃഷ്ണ എന്ന് പറയുന്നത് കൃഷ്ണന്റെ അനുഗ്രഹത്തിന് വേണ്ടി അവിടെ പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് അതിനുശേഷം എന്താണ് വ്യാസനെ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. വ്യാസൻ നമുക്കറിയാം പരാശരപുത്രനാണ്. വിഷ്ണുതൻ മായാവ് ലീലാവിലാസങ്ങൾ എല്ലാം കണ്ടവനാണ് വ്യാസൻ. കാരണം മഹാഭാരതം എഴുതിയ ശ്രീകൃഷ്ണന്റെ സമകാലികൻ, ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്ന ഭഗവത്ഗീത അത് എഴുതിയത് വ്യാസനാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിലാസങ്ങളെല്ലാം കണ്ടവനാണ് വ്യാസൻ. കണ്ടതുകൊണ്ടാണല്ലോ വ്യാസ ഭഗവാൻ അത് എഴുതിയത്. അപ്പൊ അങ്ങനെയുള്ള വ്യാസ ഭഗവാനെ ഇവിടെ സ്തുതിക്കുകയാണ്. അവിടെ പറയുന്നത് കൃഷ്ണനാം പുരാണ കർത്താവ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കൊരു സംശയം തോന്നണ്ട, കൃഷ്ണനാം പുരാണ കർത്താവ് എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനെയാണോ എന്ന് തോന്നണ്ട. കൃഷ്ണദ്വൈപായനൻ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ കൃഷ്ണനാം പുരാണ കർത്താവ്. പുരാണങ്ങളൊക്കെ എഴുതിയിട്ടുള്ള 18 പുരാണങ്ങൾ എഴുതിയിട്ടുള്ള, അതുപോലെ തന്നെ എന്താണ് മഹാഭാരതം എഴുതിയിട്ടുള്ള, വേദങ്ങളെ വ്യസിച്ച അങ്ങനെയൊക്കെയുള്ള വ്യാസനെ ഇവിടെ സ്തുതിക്കുകയാണ്. കൃഷ്ണനാം പുരാണ കർത്താവ്, കൃഷ്ണദ്വൈപായനൻ എന്ന പുരാണ കർത്താവിനെ ഇവിടെ സ്തുതിക്കുകയാണ്. പിന്നീട് അതിനുശേഷം വാൽമീകി മഹർഷിയെ സ്തുതിക്കുകയാണ്. വാൽമീകി മഹർഷിയെ സ്തുതിക്കുന്ന സമയത്ത് പറയാണ് 4 വേദങ്ങൾക്കും തുല്യമായിട്ടുള്ള രാമായണം വിരചിച്ച വാൽമീകി. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വാൽമീകി മഹർഷി സ്തുതിക്കുന്നത്. അങ്ങനെയാണ്. പിന്നീട് ശ്രീ പരമേശ്വരനെ സ്തുതിക്കുകയാണ്. ശ്രീ പരമേശ്വരൻ എന്നാണ് കാമനെ നിഗ്രഹിച്ചവനാണ്. സദാ രാമനാമം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഉമാദേവിയുടെ പതിയാണ്. അങ്ങനെ ആ ശ്രീ പരമേശ്വരൻ എൻ്റെ ഹൃദയത്തിൽ വസിക്കണമെന്നാണ് ഇവിടെ എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുന്നത്. പിന്നീട് ബ്രഹ്മാവ് മുതൽ തൊട്ടുള്ള എല്ലാ ദേവന്മാരെയും സ്തുതിക്കുകയാണ്. നാരദ മഹർഷി മുതലുള്ള എല്ലാ മഹർഷിമാരെയും സ്തുതിക്കുകയാണ്. അതുപോലെ തന്നെ പാർവതീദേവി, ലക്ഷ്മി ദേവി, അങ്ങനെ സരസ്വതി ദേവിയെ നേരത്തെ സ്തുതിച്ചു. അങ്ങനെ മുഴുവൻ ദേവകളെയും സ്തുതിക്കുകയാണ്. പിന്നീട് ബ്രാഹ്മണ ശ്രേഷ്ഠരെ സ്തുതിക്കുകയാണ്. ബ്രഹ്മജ്ഞാനം നേടിയിട്ടുള്ളവരെ സ്തുതിക്കുകയാണ്. എന്നിട്ട് ഇതൊക്കെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ എന്താണ് പാദസേവ ചെയ്യുന്ന ഒരു ദാസനാണ് ഞാൻ വെറും ഒരു ശൂദ്രനാണ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ വരികൾ, ഞാൻ വെറൊരു ശൂദ്രനാണ് എന്ന് പറയുന്ന വരികളെ തെറ്റിദ്ധരിച്ചിട്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് എഴുത്തച്ഛൻ ശൂദ്രനായിട്ടുള്ള ഒരാളാണ് അധ്യാത്മ രാമായണം എഴുതിയതെന്ന്. പക്ഷെ എഴുത്തച്ഛൻ ഇവിടെ നിന്നാണ് തന്റെ വിനയം കൊണ്ട് പറയുകയാണ്, ഞാൻ പാദദാസനാണ്, ഞാൻ വെറും ശൂദ്രനാണ്, ഒന്നും അറിയാത്തവനാണെന്നാണ് പറയുന്നത്. എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്രാഹ്മണനാണെന്ന് പറയും, ബ്രഹ്മജ്ഞാനിയാണെന്ന് പറയും. ഒന്നും അറിയാതിരിക്കുന്നത് കൊണ്ടാണ് ശൂദ്രൻ എന്ന് പറയുന്നത്. അപ്പൊ അത് അവിടെ ജാതിയായിട്ട് പറയുന്നല്ല, എന്നിട്ട് പറയാണ് ഞാൻ വെറും ഭക്തൻ മാത്രമാണ്, ഞാൻ ഒന്നും അറിവില്ലാത്തവനാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളാണ് ഞാൻ. അപ്പൊ അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എഴുതുന്നത്. ഞാൻ വേദങ്ങളും വേദാംഗങ്ങളും ഉപനിഷത്തും ഇതിനൊന്നും ഞാൻ അധികാരിയല്ല എന്ന് പറയുകയാണ്. പക്ഷെ എല്ലാവരും എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് എനിക്കെന്താണ് ഇത് എഴുതാനുള്ള അനുഗ്രഹം എല്ലാവരും തരണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് വരുണൻ, വായു, അഗ്നി, നിരുദ്രി, അത് തെക്ക് പടിഞ്ഞാറ് ദിക്കിന്റെ ദേവനാണ് കുബേരൻ. ഇങ്ങനെ എല്ലാവരെയും സ്മരിക്കുകയാണ്. ചന്ദ്രനെ, സൂര്യനെ ഒക്കെ സ്മരിക്കുകയാണ് ഇവിടെ. അപ്പൊ ഇവരൊക്കെ സ്മരിച്ച് കഴിഞ്ഞതിന് ശേഷം എഴുത്തച്ഛൻ പറയുകയാണ് അഗ്രജൻ മമ സദാം വിദുഷാം അഗ്രേസരൻ എന്ന് പറയുന്നതാണ്. അതായത് ഗുരുനാഥനെ ഇവിടെ സ്മരിക്കുകയാണ്. അപ്പോൾ അവിടെ പറയുന്നുണ്ട് അഗ്രജൻ മമ സദാം വിദുഷാം അഗ്രേസരൻ. അപ്പോൾ എൻ്റെ ഏട്ടനായിട്ടുള്ള ആള്, വിദുഷനായിട്ടുള്ള ആള്, അവിടെ പറയാണ് രാമനാം ആചാര്യനും. അപ്പൊ രാമനാം ആചാര്യൻ എന്നുള്ള എൻ്റെ ജ്യേഷ്ഠ തുല്യനായിട്ടുള്ള ഗുരു. അപ്പൊ അത് കൊണ്ടാണ് നമ്മൾ സാധാരണ പറയുന്നത് എന്താണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ജ്യേഷ്ഠൻ എന്നുള്ള രീതിയിൽ ഇവിടെ ഒരാളെ സൂചിപ്പിച്ചിട്ടുണ്ട് ഗുരുനാഥന്മാരെ സ്മരിക്കുന്ന സ്ഥലത്ത്. അപ്പൊ അതുകൊണ്ട് ആ രാമന്റെ അനുജൻ ആയിട്ടുള്ളത് കൊണ്ടാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ രാമാനുജൻ എന്നുള്ള പേര് നമ്മൾ പറയുന്നത്. നമ്മളിട്ട പേരാണ് എഴുത്തച്ഛന് രാമാനുജൻ എന്ന്, രാമന്റെ അനുജൻ എന്നുള്ള രീതിയിൽ ആ വരികൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്താണ് ജ്യേഷ്ഠ തുല്യനായിട്ടുള്ള ഈ ഗുരുനാഥനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെയും സ്മരിക്കുകയാണ്, മറ്റു ഗുരുഭൂതന്മാരെയും സ്മരിക്കുകയാണ്, അങ്ങനെ എല്ലാവരെയും സ്മരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യം ഈ എല്ലാവരെയും സ്മരിച്ചതിന് ശേഷം സരസ്വതി ദേവിയെയും വിഘ്നേശ്വരനെയും കൃഷ്ണനെയും വ്യാസനെയും അതുപോലെ തന്നെ വാൽമീകിയെയും എല്ലാ ഗുരുനാഥന്മാരെയും എല്ലാ ദേവകളെയും ഒക്കെ സ്മരിച്ചതിന് ശേഷമാണ് എഴുത്തച്ഛൻ
തൻ്റെ രാമായണം, അധ്യാത്മ രാമായണം എഴുതാൻ വേണ്ടി തുടങ്ങുന്നത്. ഈ അധ്യാത്മ രാമായണം ശരിക്കുള്ളത് സംസ്കൃതത്തിലാണ്. ആ സംസ്കൃതത്തിലുള്ള അധ്യാത്മ രാമായണം അതേപടി തർജ്ജമ ചെയ്യുകയല്ല ചെയ്തത്, മറിച്ച് അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഏകദേശം അതേപോലെ എഴുതുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് രാമായണ രചനയുടെ ആദ്യ ഭാഗം. അധ്യാത്മ രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് അതാണ്. പിന്നീട് രണ്ടാമത് രാമായണ മാഹാത്മ്യമാണ്. ഈ രാമായണത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയുകയാണ്. അപ്പൊ ഇവിടെ രാമായണത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയുന്ന സമയത്ത് പറയുകയാണ്, പണ്ട് ബ്രഹ്മാവ് 100 കോടി ശ്ലോകങ്ങളുള്ള ഒരു രാമായണം രചിച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കുക, രാമായണം ശ്രീരാമന്റെ കഥയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇവിടെ പറയുകയാണ്, പണ്ട് ബ്രഹ്മാവ് 100 കോടി ശ്ലോകങ്ങളുള്ള രാമായണം രചിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏത് രാമായണമാണ്? ശ്രീരാമൻ ജനിക്കുന്നതിനൊക്കെ മുൻപേ. അപ്പോൾ അങ്ങനെ രചിച്ചിട്ടുണ്ട്. പക്ഷെ അതെന്താണ്, അത് ഇന്ന് ഭൂമിയിലില്ല. അപ്പോൾ ഇപ്പൊ ഇവിടെ രാമായണം വാൽമീകി രചിച്ചത് എന്തിനാണ്? വാൽമീകി രചിച്ചത് ഭൂമിയിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പണ്ട് ബ്രഹ്മാവ് രചിച്ചത് മൊത്തം ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് 100 കോടി ശ്ലോകങ്ങളുള്ള രാമായണം രചിച്ചത്. അത് ഇന്ന് ഭൂമിയിലില്ല. അപ്പോൾ രാമനാമം ജപിച്ച കാട്ടാളൻ, ആ കാട്ടാളൻ ആരാണ്? നമുക്കറിയാം, വാൽമീകിയാണ്. അദ്ദേഹത്തിന്റെ അദ്ദേഹം വാൽമീകി ആകുന്നതിന് മുൻപേ അദ്ദേഹം കാട്ടാളനായിരുന്നു. അപ്പൊ രാമനാമം ജപിച്ച കാട്ടാളൻ എന്ത് ചെയ്തു? ഭൂമിയിലുള്ളവർക്ക് മോക്ഷം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു രാമായണം രചിച്ചു. ആ രാമായണം 24,000 ശ്ലോകത്തിലാണ്. അപ്പോൾ ആ രാമായണമാണ് നമ്മൾ പറയുന്ന വാൽമീകി രാമായണം. അപ്പൊ വാൽമീകിക്ക് നാരദനാണ് അത് ഉപദേശിച്ചു കൊടുക്കുന്നത്, എങ്ങനെ എഴുതണം, ആരെക്കുറിച്ച് എഴുതണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അന്ന് വാഗ്ദേവത വാൽമീകിയുടെ നാവിൽ വിളയാടിയത് കാരണം ഭൂമിയിൽ 24,000 ശ്ലോകങ്ങളുള്ള രാമായണം ഉണ്ടായി. അപ്പോൾ ഇവിടെ എഴുത്തച്ഛൻ പറയുകയാണ്, വാണിയിടുക ഔവണ്ണമെന്നാവിന്മേൽ. അതേ രീതിയിൽ വാൽമീകിയുടെ നാവിൽ എങ്ങനെയാണോ വാഗ്ദേവത വിളയാടിയത്, അതുപോലെ എൻ്റെ നാവിലും വിളയാടുക. എന്തിനാണ്? ഈ അധ്യാത്മ തത്വങ്ങളെ പ്രകാശിപ്പിക്കുന്ന, ഈ അത്യന്തം രഹസ്യമായിട്ടുള്ള, മുക്തിപ്രദായകമായിട്ടുള്ള ഈ രാമായണം ഞാൻ രചിക്കുന്നതിന് വേണ്ടി, ഞാൻ ചുരുക്കി പറയുന്നതിന് വേണ്ടിയിട്ട്. ബ്രഹ്മാവ് 100 കോടി ശ്ലോകങ്ങളുള്ള രാമായണം രചിച്ച അതേ രാമായണം വാൽമീകി 24,000 ശ്ലോകങ്ങളിൽ രചിച്ചു. അതേ രാമായണം, അതേ രാമതത്വം ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് ശ്ലോകങ്ങളിൽ, ഏകദേശം 15,000-ലധികം വരികൾ, നമ്മൾ വരികളായിട്ട് നോക്കുന്ന സമയത്ത്, ഈരടികളായിട്ട് നോക്കുന്ന സമയത്ത് ഏകദേശം 8,000-ന് താഴെ ഈരടികളാണുള്ളത് അധ്യാത്മ രാമായണത്തിൽ. അപ്പൊ അതുകൊണ്ട് വാൽമീകിയുടെ നാവിൽ വിളയാടിയ അതേ വാഗ്ദേവത എൻ്റെ നാവിലും വിളയാടുക, ഭക്തർക്ക്, ജനങ്ങൾക്ക് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രാമായണ രചനയ്ക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ആധ്യാത്മിക തത്വങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഈ കൃതി എനിക്ക് രചിക്കുന്നതിന് വേണ്ടി എന്നെ അനുഗ്രഹിക്കുക എന്ന് പറയുകയാണ്. എന്നിട്ട് നേരെ ഈ രാമായണത്തിലോട്ട് കടക്കുകയാണ്. അപ്പോൾ അവിടെ കടക്കുന്ന സമയത്ത് കഥ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഭൂമിദേവി ഭാരം കൊണ്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഭാരം കൊണ്ടെന്ന് വെച്ചാൽ രാക്ഷസാദികളുടെ ഭാരം കൊണ്ട്. കാരണം അവർ ഭൂമിയിൽ അധർമ്മമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഭാരത്തിൽ നിന്നും ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പല കർമ്മങ്ങളും, പല യാഗങ്ങളും ഒക്കെ നടത്താൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഭാരം കൊണ്ട് ഈ വിഷമിച്ചിരിക്കുന്ന ഭൂമിദേവി ബ്രഹ്മാദി ദേവന്മാരോട് കൂടിയിട്ട് പാൽക്കടലിലോട്ട് പോവുകയാണ് ശ്രീ മഹാവിഷ്ണുവിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ സൂര്യവംശത്തിൽ ദശരഥപുത്രനായിട്ട് രാവണന്റെയും മറ്റു രാക്ഷസന്മാരുടെയും നിഗ്രഹത്തിന് വേണ്ടിയിട്ട് അതിനുശേഷം പരബ്രഹ്മത്തിൽ തന്നെ ലയിക്കുന്ന ആ മഹാവിഷ്ണു, അങ്ങനെ ആ മഹാവിഷ്ണുവിന്റെ കഥയാണ് ഞാനിവിടെ എഴുതുന്നത് എന്ന് എഴുത്തച്ഛൻ പറയുകയാണ്. അങ്ങനെ ആ പാദം എഴുത്തച്ഛൻ വന്ദിക്കുന്നതാണ് അവിടെ. അത് കഴിഞ്ഞതിന് ശേഷം നേരെ ഉമാമഹേശ്വര സംവാദം. ഇവിടെ ഈ അധ്യാത്മ രാമായണം ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്ന തരത്തിലാണ്, കഥ പറഞ്ഞു കൊടുക്കുന്ന തരത്തിലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് കൈലാസത്തിൽ ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതി ഇരിക്കുകയാണ്. അപ്പൊ അവിടെ ശ്രീപാർവതി, നല്ല രസമാണ് ഇരുത്തൊക്കെ കാണാൻ. ശ്രീപാർവതി ശ്രീ പരമേശ്വരന്റെ ഇടത്തെ മടിയിലാണ് ഇരുന്നിട്ടുള്ളത്. ആലോചിക്കുക, ഇടത്തെ മടിയിലാണ് പാർവതി ദേവിയെ ശ്രീ പരമേശ്വരൻ ഇരുത്തിയിട്ടുള്ളത്. അപ്പൊ എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ്, ശ്രീ പാർവതി ദേവി ശ്രീ പരമേശ്വരനോട് പറയുകയാണ്, എനിക്ക് ശ്രീരാമ തത്വം പറഞ്ഞു തരണം. എനിക്ക് പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. വിജ്ഞാനം, ജ്ഞാനം, വൈരാഗ്യം, ഭക്തി, ലക്ഷണം, സാഖ്യയോഗം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. യാഗാദി കർമ്മങ്ങളെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ദാനധർമ്മങ്ങളെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തീർത്ഥസ്നാനങ്ങളെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു തന്ന സമയത്ത് എൻ്റെ അജ്ഞാനം മാറി. അപ്പോൾ ഇനി എനിക്ക് ശ്രീരാമചന്ദ്ര മാഹാത്മ്യം എനിക്ക് പറഞ്ഞു തരണം. എന്നിട്ട് പറയുകയാണ്, ഞാൻ യോഗ്യയാണെങ്കിൽ, അങ്ങനെയുണ്ട്. അതായത് ഇതെല്ലാവർക്കും
കേൾക്കാനൊന്നും അനുവാദമില്ല, യോഗ്യർക്ക് മാത്രം. നിങ്ങളിത് രാമായണം പാരായണം ചെയ്യുന്നത് നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ശ്രീപാർവതി പറയുകയാണ്, അങ്ങനെ ഞാൻ യോഗ്യയാണെങ്കിൽ എനിക്ക് ഈ രാമതത്വം, ഈ രാമ മഹാത്മ്യം എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ശ്രീ പരമേശ്വരനോട് ശ്രീ പാർവതി ദേവി പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതി ദേവിക്ക് രാമായണ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഞാൻ യോഗിയാണെങ്കിൽ, യോഗ്യത ഉള്ളത് കൊണ്ട് ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ശ്രീ പരമേശ്വരൻ പറയുകയാണ് ശ്രീ പാർവതി ദേവിയോട്, നിന്റെ ഈശ്വര ഭക്തി, ആ ഭക്തി നിനക്കുള്ളത് കൊണ്ടാണ് ഈ ആഗ്രഹം നിനക്കുണ്ടായത്. അപ്പോൾ നീ യോഗിയാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ ഭക്തി തന്നെയാണ് നിനക്ക് എന്താണ് ഇങ്ങനെ ഒരു ആവശ്യം ഉള്ളതായിട്ട് എന്നോട് പറയാൻ വേണ്ടിയിട്ട് തോന്നിച്ചത് നിന്റെ ഭക്തിയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. എന്നിട്ട് ശ്രീ പരമേശ്വരൻ പറയുകയാണ്, രാമൻ പരമാത്മാവാണ്, മനുഷ്യനാണെന്ന് കരുതുന്നത് അജ്ഞത കൊണ്ടാണ്. അപ്പൊ അജ്ഞാനികൾക്കാണ് തോന്നുന്നത് ശ്രീരാമൻ മനുഷ്യനാണെന്ന്. ശ്രീരാമൻ ശരിക്കും പരമാത്മാവാണ്, പരമാത്മാവിന്റെ അവതാരമാണ്. ഇവിടെ പരമാത്മാവിന്റെ അവതാരം എന്ന് പറയുന്നതിനപ്പുറം ഇവിടെ ഈ ശ്രീരാമ തത്വം വാൽമീകി രാമായണത്തിലൂടെ പറയുന്ന സമയത്ത് അവിടെ രാമൻ എന്നുള്ളത് ജീവിച്ചിരുന്ന ഒരു ഇതിഹാസ പുരുഷനാണ്. പക്ഷെ ആ ഇതിഹാസ പുരുഷനെ പ്രമേയമാക്കിക്കൊണ്ട് അവിടെ ആധ്യാത്മികമായിട്ടുള്ള ഒരു തത്വം പറയുകയാണ്, ഒരു ആത്മീയ തത്വം പറയുന്നത് ഒരു പരമാത്മാവിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ അത് സമ്മിശ്രമാണ്. അതായത് ജീവിച്ചിരുന്ന ഒരു പുരുഷനെ, ഒരു ഇതിഹാസ പുരുഷനെ പരമാത്മാവിന്റെ സ്ഥാനത്ത് നിർത്തിയിട്ട് ആ പരമാത്മാവിന്റെ യാത്ര, ആ ആത്മാവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അതിന് പകരം എഴുത്തച്ഛൻ നേരിട്ട് പറയുകയാണ് മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള ശ്രീരാമനെന്ന് ഇവിടെ നേരിട്ട് പറയുകയാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ശ്രീ പരമേശ്വരൻ പറയുന്നത് രാമൻ പരമാത്മാവാണ്, മനുഷ്യൻ എന്ന് കരുതുന്നത് അജ്ഞാനികളാണ്, പ്രകൃതിക്ക് ആശ്രയമായിട്ടുള്ള പുരുഷനാണ് ശ്രീരാമൻ എന്ന് പറയുകയാണ്. സനാതന എന്ന പ്രകൃതിയുടെ നാഥനാണ് ഇവിടെ ശ്രീരാമൻ, പരബ്രഹ്മമാണ് എന്ന് പറയുകയാണ്. ഇത് പ്രകൃതിയുടെ കൂടെയുള്ള പുരുഷൻ, പ്രകൃതിയും പുരുഷനും എന്ന് പറയാറുണ്ടല്ലോ, പ്രകൃതിയുടെ കൂടെയുള്ള പുരുഷൻ. ഈ പുരുഷനാണ് പ്രകൃതി സൃഷ്ടിക്കുന്നതൊക്കെ ഈ പുരുഷന്റെ സഹായത്താലാണ്, യോഗമായാണ് സൃഷ്ടിക്കുന്നത്, ഈ പുരുഷന്റെ സഹായത്താലാണ്. അപ്പൊ പ്രകൃതിയുടെ കൂടെ നിൽക്കുന്നുള്ള പുരുഷനാണ് ഇവിടെ പരമാത്മാവ് എന്ന് പറയുന്നു. സൃഷ്ടിസ്ഥിതി ലയ കാരണകനാണ് ശ്രീരാമൻ, പരബ്രഹ്മമൂർത്തിയാണ് ശ്രീരാമൻ. ജനനവും മരണവും ഇല്ലാത്തതാണ്, ജനനനാശങ്ങളൊന്നുമില്ലാത്തതാണ്, സ്വാത്വികനാണ്, പൂർണ്ണനാണ്, ജ്ഞാനസ്വരൂപനാണ്. അങ്ങനെയുള്ള ശ്രീരാമനെ മനുഷ്യനെന്ന് കരുതുന്നത് അജ്ഞത മൂലമാണ്. ഇവിടെ സീതാരാമന്മാരും ഹനുമാനും തമ്മിലുണ്ടായ മോക്ഷദായകമായിട്ടുള്ള ഒരു സംവാദത്തെക്കുറിച്ച് ഞാൻ പറയാമെന്ന് ഇവിടെ ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതി ദേവിയോട് പറയുകയാണ്. അതായത് ശ്രീരാമൻ പരബ്രഹ്മ തത്വമാണ് എന്ന് വെളിവാക്കുന്ന ഒരു ഭാഗം ഈ അധ്യാത്മ രാമായണത്തിന്റെ ആദ്യം തന്നെയുണ്ട്. അപ്പൊ അത് ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോട് പറയുകയാണ്, ശ്രീരാമൻ പരമാത്മാവാണ് എന്ന് മനസ്സിലാകുന്ന രീതിയിൽ ശ്രീരാമനും സീതാദേവിയും ഹനുമാനും തമ്മിലുള്ള ഒരു സംഭാഷണം ഉണ്ട്. അപ്പൊ അത് ഞാൻ നിനക്ക് ആദ്യം പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ എന്താണ് ഇവിടെ ഈ ഉമാമഹേശ്വര സംവാദത്തിലോട്ട് കടക്കുകയാണ്. അതായത് ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതി ദേവിക്ക് രാമായണ കഥ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഈ രീതിയിൽ പറയുകയാണ്, ഞാൻ അങ്ങനെയുള്ളൊരു സന്ദർഭം ഈ രാമായണത്തിന്റെ ആദ്യ ഭാഗത്തുണ്ട്, അപ്പോൾ ഞാൻ അത് നിനക്ക് പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, അതായത് ഈ രാവണവധത്തിനൊക്കെ ശേഷം ശ്രീരാമനും സീതാദേവിയും സഹോദരനും ഹനുമാനും അതുപോലെ തന്നെ സുഗ്രീവനും എല്ലാവരും, വിഭീഷണനും വാനര നായകന്മാരും യുദ്ധത്തിൽ പങ്കെടുത്ത ഒരുപാട് പ്രഗത്ഭരും അവരുടെ പത്നിമാരും എല്ലാവരും കൂടി അയോധ്യയിലേക്ക് എത്തി. എല്ലാവരും കൂടി അയോധ്യയിലേക്ക് എത്തിയതിനു ശേഷം ശ്രീരാമ പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സൂര്യപുത്രനായ സുഗ്രീവനും ശ്രീരാമന്റെ സഹോദരങ്ങൾ ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഒക്കെ മറ്റ് സുഹൃത്തുക്കളായിട്ടുള്ള വിഭീഷണനും മുനിമാരായിട്ടുള്ള വസിഷ്ഠനും ഇവരൊക്കെ എവിടെയുണ്ട്. എല്ലാവരും വളരെ ആനന്ദത്തിലാണ്. ശ്രീരാമൻ സിംഹാസനത്തിൽ ആരൂഢനായിട്ടിരിക്കുകയാണ്, സീതയോട് പല കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രസിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ വളരെ ഭക്തിയോട് കൂടിയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മറ്റൊന്നിലും താല്പര്യമില്ല. ഈ പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞ സമയത്ത് എല്ലാവർക്കും ദാനങ്ങളും സമ്മാനങ്ങളും
ഒക്കെ കൊടുക്കുകയാണ്. പക്ഷെ ആ ഭക്തിയോടെ നിൽക്കുന്ന രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, രാമായണത്തിന്റെ യുദ്ധത്തിലെ ഏറ്റവും പ്രധാന നായകനായിട്ടുള്ള ഹനുമാന് ഇതിലൊന്നും താല്പര്യമില്ല. അപ്പോൾ അവിടെ എന്താണ്, ശ്രീരാമൻ സീതയോട് പറയുകയാണ്, സുന്ദരി നീ അവനെ കണ്ടോ, അവനെന്താണ്, അവന് ഒന്നിനും താല്പര്യമില്ല, അവൻ അചഞ്ചലമായിട്ടുള്ള ഭക്തിയാണുള്ളത്. അവന് പരമാത്മാവിൽ ലയിക്കുക, പരമാത്മാവിനെ അറിയുക, അത് മാത്രമാണ് അവനുള്ളത്. അപ്പൊ പരമാത്മജ്ഞാനത്തെക്കുറിച്ച് മാത്രമേ അവന് അറിയേണ്ടതുള്ളൂ, മറ്റൊന്നും അവൻ അറിയേണ്ടതില്ല. അവന് യാതൊരു ലൗകിക ചിന്തയുമില്ല, അവൻ നിത്യബ്രഹ്മചാരിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ എന്താണ്, ആത്മജ്ഞാനത്തിന് യോഗ്യനാണ്. ഇവന് നീ എൻ്റെ തത്വം ഉപദേശിക്കുക, രാമതത്വം നീ ഇവൻ ഉപദേശിക്കുക എന്ന് പറയാണ്. ബ്രഹ്മോപദേശം നൽകാൻ വേണ്ടിയിട്ട് ഇത്രയും യോഗ്യനായിട്ടുള്ള ഒരാൾ വേറെ ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ബ്രഹ്മജ്ഞാനം നേടാൻ വേണ്ടിയിട്ട് അനുഗ്രഹീതനായിട്ടുള്ള ഹനുമാന് നീ എൻ്റെ തത്വം ഉപദേശിക്കുക എന്ന് ഇവിടെ സീതാദേവിയോട് ശ്രീരാമദേവൻ പറയുകയാണ്. ഇത് ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതി ദേവിയോട് പറയുകയാണ്. അതായത് ശ്രീരാമൻ എന്ന പരമതത്വത്തെക്കുറിച്ച് ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ സീതാദേവി ശ്രീ ഹനുമാനോട് പറയുകയാണ്, ശ്രീരാമ ഭക്തശ്രേഷ്ഠ, നീ കേട്ടാലും ശ്രീരാമൻ എന്ന് പറയുന്നത് സച്ചിദാനന്ദനാണ്, ഏകവും അദ്വയവും നിശ്ചലവുമായിട്ടുള്ള പരിപൂർണനായിട്ടുള്ള പരബ്രഹ്മമാണ്. എല്ലാ ഉപാധികളിൽ നിന്നും മുക്തവും സത്താമാത്രവും ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തതുമായിട്ടുള്ള പരബ്രഹ്മമാണ് ശ്രീരാമൻ. ജനനമരണമില്ലാത്തവനാണ്, സർവകാരകനാണ്, സർവവ്യാപിയാണ്, സർവാത്മാവാണ്, സർവജ്ഞനാണ്, സർവേശ്വരനാണ്, സകലത്തിനും ആധാരമായിട്ടുള്ളവനാണ്, സർവദേവതാ രൂപമാണ് ശ്രീരാമൻ. ഇതൊക്കെയാണ് ശ്രീരാമൻ. അപ്പൊ ഞാനാരാണ്? ഞാനാണ് മൂലപ്രകൃതി. എൻ്റെ നാഥന്റെ സാന്നിധ്യം കൊണ്ട് മാത്രം ഈ പ്രപഞ്ചം ഞാൻ സൃഷ്ടിക്കുന്നതായിട്ട് കാണുകയാണ്. അപ്പോൾ പക്ഷെ അറിയാത്തവർ വിചാരിക്കുകയാണ് ഈ പരമാത്മാവാണ് ഇതൊക്കെ സൃഷ്ടിക്കുന്നത് എന്ന്. പക്ഷെ ഇത് സൃഷ്ടിക്കുന്നത് മൂലപ്രകൃതിയായിട്ടുള്ള ഞാനാണ്, മായാഭഗവതിയായിട്ടുള്ള ഞാനാണ് സൃഷ്ടിക്കുന്നത്. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് സൃഷ്ടിക്കാൻ പറ്റുമോ? പറ്റില്ല. ഈ പുരുഷന്റെ സാമീപ്യം കൊണ്ട് മാത്രമേ എനിക്കിതൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടി പറ്റൂ. ഞാൻ മൂലപ്രകൃതി ആണെങ്കിലും എനിക്ക് എൻ്റെ നാഥന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമേ ഇതൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. പക്ഷെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് ഞാനാണെന്ന് എല്ലാവർക്കും തോന്നുന്നു. ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് അദ്ദേഹമാണെന്ന് എല്ലാവർക്കും തോന്നുന്നു. പക്ഷെ ഇത് സൃഷ്ടിക്കുന്നത് ഞാനാണ്. ഞാൻ സൃഷ്ടിക്കുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ്. പരബ്രഹ്മത്തിന് ജനനാദി മരണങ്ങളൊന്നുമില്ല, ജനനാദി ഭാവങ്ങളൊന്നുമില്ല. അത് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് മാത്രമാണ്. അപ്പോൾ അത് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, പരമാത്മജ്ഞാനം ലഭിക്കാൻ വേണ്ടിയിട്ട് അതിന് ശക്തമായിട്ടുള്ള സാധന വേണം. അങ്ങനെയുള്ളവർക്ക് മാത്രം നല്ല ഭക്തി വേണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് ലഭിക്കൂ എന്ന് സീതാദേവി ഹനുമാനോട് പറയുകയാണ്. അപ്പോൾ നമ്മൾക്കിവിടെ എന്താണ്, നമ്മൾക്കിവിടെ ശ്രീരാമൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, ശ്രീരാമൻ ഒരു മനുഷ്യനാണ് എന്നൊക്കെ നമ്മൾക്ക് തോന്നും. അപ്പോൾ അത് ഇവിടെ സീതാദേവി ശ്രീ ഹനുമാന് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാക്കിപ്പിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? സർവേശ്വരൻ ദശരഥപുത്രനായിട്ട് കോസലത്തിൽ അയോധ്യയിൽ ജനിച്ചു. എന്നിട്ടെന്താണ്, രാക്ഷസ നിഗ്രഹത്തിനായിട്ട് കാട്ടിലേക്ക് പോയി വിശ്വാമിത്രന്റെ കൂടെ. അവിടെ താടകയെ വധിച്ചു, ഒരുപാട് രാക്ഷസന്മാരെ വധിച്ചു. അങ്ങനെ അവിടെ യാഗരക്ഷ ചെയ്തു കൊടുത്തു. പിന്നീട് വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ മിഥിലയിലേക്ക് പോയി. പോകുന്ന വഴിക്ക് ഗൗതമാശ്രമത്തിൽ വെച്ച് അഹല്യാദേവിക്ക് ശാപമോക്ഷം കൊടുത്തു. പിന്നീട് അവിടുന്ന് നേരെ മിഥിലയിലേക്ക് എത്തിയിട്ട് എന്നെ സീതാദേവിയെ പരിണയിച്ചു. തിരിച്ചു വരുന്ന സമയത്താണ് വഴിയിൽ വെച്ച് പരശുരാമനെ കാണുന്നത്. അപ്പോൾ പരശുരാമന്റെ ഗർവത്തിന് ഭംഗമുണ്ടാക്കി, അത് തീർത്തു കൊടുത്തു. പിന്നീട് തിരിച്ച് അയോധ്യയിലേക്ക് വന്നിട്ട് 12 വർഷം ഞങ്ങൾ സസുഖം വാണു. നമ്മൾക്ക് ഈ രാമായണം വായിക്കുന്ന സമയത്ത് നമുക്കൊരു ശങ്കയുണ്ടാവും. ഈ കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് ശ്രീരാമനും സീതയും എത്ര ദിവസം താമസിച്ചിട്ടുണ്ടാകും ഭാര്യാഭർത്താക്കന്മാരായിട്ട് അയോധ്യയിൽ. കല്യാണം കഴിഞ്ഞ് നമുക്ക് കഥ വായിക്കുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ് വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ കാട്ടിലേക്ക് പോയത് മാതിരിയൊക്കെ തോന്നും. പക്ഷെ ഇവിടെ സീതാദേവി ഹനുമാനോട് പറയുകയാണ്, ആ പറയുന്നതിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ 12 വർഷം ഞങ്ങൾ അയോധ്യയിൽ വളരെ സന്തോഷത്തോടു കൂടി താമസിച്ചു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്ന് 12 വർഷമൊക്കെ കഴിഞ്ഞിരുന്നു, താമസിച്ചു. എന്നിട്ട് എന്താണ്, ആ 12 വർഷം കഴിഞ്ഞ സമയത്താണ് അഭിഷേക ആരംഭം ഉണ്ടാകുന്നത്. ദശരഥൻ
ശ്രീരാമനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആ സമയത്താണ് എന്താണ് കൈകേയിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. മന്ദരയിലൂടെ ആ അഭിഷേകം മുടങ്ങുന്നത്. അതിനുശേഷം ആ സമയത്ത് എന്തായി, ലക്ഷ്മണനോടുകൂടെ എന്നോടുകൂടെ കാട്ടിലോട്ട് പോയിട്ട് ഞങ്ങൾ ചിത്രകൂടത്തിൽ താമസിക്കുന്ന സമയത്താണ് ദശരഥന്റെ ചരമവാർത്ത അറിയുന്നത്, ഭരതൻ വരുന്നത്. അങ്ങനെ ഭരതൻ ചിത്രകൂടതലത്തിൽ ശ്രീരാമനെ കണ്ട് തിരിച്ചു വരണമെന്നൊക്കെ അപേക്ഷിക്കുന്നത്. പക്ഷേ ശ്രീരാമൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല. പിന്നീട് ഭരതൻ ശ്രീരാമൻ തിരിച്ചു വരുന്നത് വരെ ഞാൻ രാജ്യം ഭരിക്കാമെന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നു. പിന്നീട് ഞങ്ങൾ പഞ്ചവടിയിലോട്ട് പോകുന്നു. അവിടെ ഞങ്ങൾ പഞ്ചവടിയിൽ താമസിച്ചു. ആ പഞ്ചവടിയിൽ താമസിക്കുന്ന സമയത്താണ് ശൂർപ്പണഖ, രാവണ സഹോദരിയായിട്ടുള്ള ശൂർപ്പണഖ വരുന്നത്. അപ്പോൾ ശൂർപ്പണഖയുടെ മൂക്ക് ലക്ഷ്മണൻ ഛേദിച്ചു. അങ്ങനെ ഖരനും 14,000 പടയും വന്നു. അവരൊക്കെ രാമലക്ഷ്മണന്മാർ ഒന്ന് കളഞ്ഞു. 3.25 നാഴിക കൊണ്ടാണ് ഒന്ന് കളഞ്ഞത്. പിന്നീട് ഈ ശൂർപ്പണഖ രാവണന്റെ അടുത്ത് പോയിട്ട് ഈ വിഷമങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ അവിടെ എന്താണ് മാരീചൻ ഒരു മാനിന്റെ വേഷത്തിൽ വരികയാണ്. അങ്ങനെ വേഷത്തിൽ വന്നിട്ട് ശ്രീരാമദേവനെ ആ പഞ്ചവടിയിൽ നിന്നും അകറ്റുകയാണ്, സീതയെ ഒറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ എന്താണ്, ഞാൻ ശരിക്കും അഗ്നിയിൽ മറയുകയാണ്. മായാസീതയെ രാവണ അപഹരിക്കുകയാണ്. ആ അപഹരിച്ചു കൊണ്ടുപോകുന്ന സമയത്താണ് ജടായുവിന് മോക്ഷം ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ കബന്ധഗതി ഉണ്ടാകുന്നത്. അങ്ങനെ അവർ പിന്നീട് പമ്പാതീരത്തേക്ക് എത്തി. അവിടെ ശബരിയെ കാണുകയാണ്. ശബരിയുടെ നിർദ്ദേശാനുസരണം സുഗ്രീവന്റെ അടുക്കലേക്ക് എത്തുകയാണ്. ആ സുഗ്രീവനെ കാണുന്നതിന് മുൻപേ ഹനുമാനെ നിന്നെ കാണുകയാണ്. അതിനുശേഷം സുഗ്രീവന്റെ അടുത്തെത്തുകയാണ്. പിന്നീട് ബാലിവധ നടക്കുകയാണ്. പിന്നീട് സേതുബന്ധനം പിന്നീട് എന്താണ്, ബാലിവധം നടന്നതിന് ശേഷം സമുദ്ര ലംഘനം നടക്കുകയാണ്. അവിടെ ലങ്കാമർദ്ദനം നടക്കുകയാണ്. അപ്പൊ അതിനുശേഷം എന്താണ്, സേതുബന്ധനം നടക്കുകയാണ്. പിന്നീട് രാവണനെയും രാവണന്റെ പുത്രന്മാരെയും രാവണന്റെ സഹോദരനായിട്ടുള്ള കുംഭകർണനെയും രാവണന്റെ മിത്രങ്ങളെയും രാവണന്റെ മന്ത്രിമാരെയും ഒക്കെ നിഗ്രഹിച്ചതിന് ശേഷം ഈ 3 ലോകത്തിനും രക്ഷയുണ്ടാവുകയാണ്. വിഭീഷണനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. അഗ്നിയിൽ മറഞ്ഞിരുന്ന എന്നെ വീണ്ടെടുത്തിട്ട് ഞങ്ങൾ പുഷ്പക വിമാനത്തിൽ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇപ്പോൾ ഇതാ പട്ടാഭിഷേകവും കഴിഞ്ഞു. അപ്പോൾ എന്താണ്, ഇപ്പം എല്ലാവരും അയോധ്യയിൽ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. ശ്രീരാമ ഭഗവാൻ എല്ലാവർക്കും മോക്ഷം നൽകാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താണ്, ഇവിടെ എല്ലാ കർമ്മങ്ങളും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഈ കർമ്മങ്ങൾ ചെയ്യുന്ന മായാ ഭഗവതിയാണ് ഞാൻ. അദ്ദേഹം എന്നെ കൊണ്ട് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും പറഞ്ഞ ഈ കഥകൾ ഇത് ഹനുമാനോട് പറയുകയാണ്. ഇത്രയും നടന്ന ഈ സംഭവങ്ങൾ ഈ പരമാത്മാവ് മായാ ഭഗവതിയായിട്ടുള്ള എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ തത്വം ശ്രീരാമൻ പരമാത്മാവ് ആണ് എന്നുള്ള, പരമതത്വമാണ് എന്നുള്ള ഈ തത്വം ഇവിടെ ഹനുമാന് മനസ്സിലാക്കി കൊടുക്കുന്ന ആദ്യ ഭാഗമാണ് അധ്യാത്മരാമായണത്തിലുള്ളത്, ഹനുമാന തത്വോപദേശങ്ങൾ എന്നുള്ള ഭാഗത്തുള്ളത്. നമ്മൾ ഇത് വളരെ ശ്രദ്ധാപൂർവം വായിക്കേണ്ടതാണ്. കാരണം എഴുത്തച്ഛൻ അന്ന് ആ കാലഘട്ടത്തിൽ 14-15 നൂറ്റാണ്ടുകളിൽ നമ്മുടെ കേരളത്തിലെ ദുസ്ഥിതി കണ്ടിട്ട്, അതായത് പോർട്ടീസുകാരുടെ ആഗമനവും മറ്റുമായിട്ടുള്ള വളരെ വളരെ മോശം സ്ഥിതി കണ്ടിട്ട് ജനങ്ങൾക്ക് എന്താണ് ആധ്യാത്മികതയൊക്കെ നഷ്ടപ്പെട്ട് ജനങ്ങൾ അധർമ്മത്തിലേക്ക് മാറുന്ന സമയത്ത് ജനങ്ങളെ തിരിച്ച് ധർമ്മത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അധ്യാത്മ രാമായണ രചന എന്ന ഒറ്റയാൾ പട്ടാളം ഈ കാര്യം നടത്തിയത്. ആലോചിച്ച് നോക്കുക, അത്രയും നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുത്തച്ഛൻ ഇത് എഴുതിയത് നമ്മൾ ഇന്നും വായിക്കുകയാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യം എത്രയാണ്. കേവലമായിട്ടുള്ള ഒരു രാമകഥ അറിയാനാണെങ്കിൽ ഈ രാമായണത്തിലെ കഥ മാത്രം അറിയണം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതാണ് എന്താണ്, ഒരു മിനിറ്റിൽ പറഞ്ഞു പോകാൻ പറ്റുന്നതാണ് രാമായണത്തിലെ കഥ. ഈ കഥ അറിയാൻ വേണ്ടിയിട്ടല്ല നമ്മളിത് വായിക്കുന്നത് എല്ലാ വർഷവും. നമ്മൾ വായിക്കുന്നത് എന്താണ്, ഈ പരമാത്മ തത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾക്ക് തോന്നും കഥ തുടങ്ങിയില്ലല്ലോ, കഥ തുടങ്ങാൻ വേണ്ടിയിട്ട് എന്താണ് ഇവിടെ ശ്രീരാമൻ ജനിക്കുകയൊക്കെ ചെയ്യണ്ടേ, കഥ തുടങ്ങിയില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇതാണ് ഈ തത്വം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എഴുത്തച്ഛൻ അധ്യാത്മ രാമായണം എഴുതുന്നത്. നമ്മൾ സാധാരണ കുട്ടികൾക്കൊക്കെ മരുന്ന് കൊടുക്കുന്ന സമയത്ത് ഈ അഡോളൊക്കെ കൊടുക്കുന്ന സമയത്ത് നല്ല മധുരം കലർത്തിയിട്ടാണ് കൊടുക്കുന്നത്. കുടിക്കുന്ന സ്ഥലത്ത് ആ സിറപ്പ് കുടിക്കുന്ന സ്ഥലത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ അതിനുള്ളിൽ എന്താണ്, അതിനുള്ളിൽ ഈ അസുഖം പോവേണ്ട മരുന്ന് ചെറിയ തോതിൽ കലർത്തിയിട്ട് അതിന് നേരിട്ട് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അത് കയ്പുള്ളത് കൊണ്ട് കഴിക്കാൻ വേണ്ടി സാധിക്കില്ല. അതങ്ങനെ മധുരമുള്ളതാക്കിയിട്ടാണ് കഴിക്കാൻ വേണ്ടി കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ഈ പരമാത്മാ തത്വം. നമ്മൾക്ക് പെട്ടെന്ന് അത് നേരിട്ട് ഗ്രഹിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ അത് ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രാമായണം, അതായത് രാമന്റെ കഥയിലൂടെ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്, ഏകനും അദ്വൈനും ആനന്ദദായകനുമായ സച്ചിദാനന്ദ സ്വരൂപത്തെ ഇവിടെ പറയുകയാണ്. അതാണ് അച്യുതനാണ് അദ്ദേഹം, വിഷ്ണു നാരായണനാണ് അദ്ദേഹം, ഇദ്ദേഹം തന്നെയാണ് എന്താണ് ശ്രീരാമൻ.
എന്ന് പറയുകയാണ്. ഈ ശ്രീരാമദേവന്, ഇവിടെ നമുക്ക് ശ്രീരാമദേവനെ കാണാം, ഇവിടെ പട്ടാഭിഷേകത്തിൽ ഇരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്താണ്, ഇരിക്കുക, നടക്കുക, നിൽക്കുക, ഉറങ്ങുക എന്നുള്ള രീതിയിലുള്ള കർമ്മങ്ങൾ ഉണ്ടല്ലോ, നമ്മളൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ. അങ്ങനെയുള്ള യാതൊരു കർമ്മങ്ങളും ഈ പരമാത്മാവിനില്ല. അദ്ദേഹത്തിന്റെ മായാഗുണം അനുസരിച്ച് മായാ ഭഗവതി അത് ചെയ്യുന്നു എന്ന തോന്നൽ ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. ഭഗവാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് തോന്നും ഭഗവാൻ യുദ്ധം ചെയ്തു, ഭഗവാൻ നടക്കുന്നു, ഭഗവാൻ ഇരിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഭഗവാൻ അതൊന്നും ചെയ്യുന്നില്ല. ഭഗവാൻ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത് എന്ന് സീതാദേവിയുടെ ഹനുമാനോട് പറയുന്നു. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ഹനുമാന തത്വോപദേശം എന്നുള്ളത്. ഇതിനുശേഷം ശ്രീരാമൻ സീതാദേവിയോട് പറയുകയാണ്, എന്താണ്, പരമാത്മാവാകുന്ന ബിംബത്തിന്റെ പ്രതിബിംബമായിട്ടുള്ള എൻ്റെ തേജോമയ രൂപം മായാദേവിയെ ശരിയായിട്ട് പ്രതിഫലിക്കുന്നു എന്ന് പറയുകയാണ്. അതെങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം, ശ്രീരാമൻ ഇവിടെ ഹനുമാനോട് ഉദാഹരണമായിട്ട് പറയുകയാണ്, നമുക്ക് മഹാകാശം കാണാം, വലിയ ആകാശം നമുക്ക് ഇവിടെ മുകളിലോട്ട് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ നമ്മൾ പല ജലക്കെട്ട് നോക്കുന്ന സമയത്ത്, ജലാശയങ്ങളിൽ നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഇതിന്റെ പ്രതിബിംബം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ മഹാകാശമാണോ നമുക്ക് ഈ ജലത്തിൽ കാണുന്നത് ആണോ എന്ന് ചോദിച്ചാൽ അതെ, അതിന്റെ പ്രതിബിംബമാണ്. പക്ഷെ അത് പൂർണ്ണമായിട്ടാണ് ഇവിടെ കാണുന്നത്? അല്ല. നമ്മളൊരു കല്ല് അതിലേക്ക് എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ അത് ഛിന്ന ഭിന്നമായി പോകുന്നതായി കാണും. അപ്പൊ ഇത് ഛിന്ന ഭിന്നമായി പോകുന്ന സമയത്ത് അവിടെ മഹാകാശത്തിന് എന്തെങ്കിലും പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതേപോലെയാണ് വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവ്. ഈ പരമാത്മാവിന്റെ പ്രതിബിംബമാണ് എന്താണ് ഓരോ ജീവജാലങ്ങളിലുമുള്ള ജീവാത്മാവ്. അപ്പോൾ ഈ മഹാകാശം ഈ ജലാശയത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു, അതേപോലെ തന്നെയാണ് ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവ് ശ്രീരാമൻ പരമാത്മാവാണ്. അത് എല്ലാ ജീവികളിലും ഇവിടെ എന്താണ് ഉള്ള ജീവാത്മാവ്. അത് ഇത് തമ്മിൽ വ്യത്യാസമില്ല. പക്ഷെ അതിന്റെ ഒരു ഭാഗമാണിത്. ഇതെന്താണ്, ഇത് എൻ്റെ ഭക്തർ എൻ്റെ ഭാവത്തെ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മൾ തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞില്ലേ, ഞാൻ ബ്രഹ്മമാകുന്നു, തത്വമസി അത് നീയാകുന്നു എന്നൊക്കെ പറയുന്ന ഇതാണ്. അപ്പൊ ഈ തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നുള്ള വാക്കിന്റെ ഈ അർത്ഥം ഇതെന്താണ്, ഈ പരമാത്മ തത്വം എന്താണ്, ഇത് ഗുരുനാഥന്മാരിൽ നിന്നും പഠിക്കുക എന്നുകൂടി ഇവിടെ പറയുകയാണ്. അപ്പൊ ഭക്തിയില്ലാത്തവരെന്താണ്, ഭക്തിയില്ലാത്തവർ ഇതിനെ സമീപിക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അവർ പടുകുഴിയിലാണ് വീഴുക എന്നുകൂടി ഇവിടെ എഴുത്തച്ഛൻ പറയുന്നുണ്ട്. അപ്പൊ ഭക്തിയുള്ളവർക്ക് മാത്രമേ ഇത് മനസ്സിലാവൂ, ഭക്തിയുള്ളവർ എന്നെ പ്രാപിക്കും എന്ന് പറയുന്നു. അപ്പൊ ഇത് എന്താണ്, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, നമ്മൾ എന്താണ് ഒരു കുട എടുത്തു കഴിഞ്ഞാൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്, വായു ആകാശം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മളൊരു കുട എടുത്തിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ അടച്ചു കഴിഞ്ഞാൽ ആ കുടത്തിന്റെ ഉള്ളിലും ഈ വായു ആയല്ലോ. അതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കുന്നുണ്ടോ? വായു കുറഞ്ഞു പോകുന്നുണ്ടോ? ഇല്ല. ഇനി കുടം പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ വായു പുറത്തോട്ട് പോയി, അതുകൊണ്ട് ഇവിടെ കൂടിയോ? ഇല്ല. അതേപോലെ തന്നെയാണ് പരമാത്മാവെന്നുള്ള എല്ലാ ജീവജാലങ്ങളും. അത് കുറയുകയോ കൂടുകയോ ഒന്നും ചെയ്യുന്നില്ല, അത് അതേപോലെ നിലനിൽക്കുകയാണെങ്കിൽ മാറ്റമൊന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് എൻ്റെ ഹൃദയ രഹസ്യം, ഇത് രാമഹൃദയം എന്നാണ് പറയുക. ഇത് ഭക്തിയില്ലാത്തവർക്ക് ഒരിക്കലും ഞാൻ പറഞ്ഞു കൊടുക്കരുതെന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ ശ്രീരാമദേവൻ ഹനുമാന് ഈ തത്വം കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ശ്രീരാമദേവൻ ഹനുമാന് പറഞ്ഞു കൊടുത്ത തത്വം ഇവിടെ ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് എഴുത്തച്ഛൻ പറയുകയാണ്, ശ്രീരാമദേവൻ ഹനുമാന് പറഞ്ഞു ഉപദേശിച്ചു കൊടുത്ത ഈ രാമതത്വം ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ തത്വം തന്നെയാണ്, അല്ലയോ സുന്ദരി, പണ്ട് ബ്രഹ്മാവ് 100 കോടി ശ്ലോകങ്ങളിലൂടെ എഴുതിയത്. ഇത് തന്നെയാണ് വാൽമീകി 24,000 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു കൊടുത്തത്. ഇത് തന്നെയാണ്, ഇതേ സംഭവം തന്നെയാണ്. ഇനിയോ ആ ബ്രഹ്മതത്വം ശ്രീരാമൻ തന്നെ എന്താണ് എനിക്ക് ഉപദേശിച്ച് തന്നിട്ടുണ്ടെന്ന് ശ്രീ പരമേശ്വരൻ പാർവതിയോട് പറയുകയാണ്. അതിപ്പോൾ ഞാൻ നിനക്ക് ഉപദേശിക്കുന്നു. ഇവിടെ എഴുത്തച്ഛൻ പറയുകയാണ്, അപ്പോൾ ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതി ദേവിക്ക് ഈ ഉപദേശിച്ചു കൊടുത്തത് അധ്യാത്മരാമായണമാണ്. അതാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എന്താണ്, ഭൂമിയിലുള്ള ജനങ്ങൾക്കൊക്കെ മോക്ഷത്തിന് വേണ്ടിയിട്ട് പണ്ട് വാൽമീകി രചിച്ചത്, ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരുടെയും മോക്ഷത്തിന് വേണ്ടിയിട്ട് ബ്രഹ്മാവ് രചിച്ചത്, വാൽമീകി ഭൂമിയിലുള്ള ജനങ്ങളുടെ മോക്ഷത്തിന് വേണ്ടി രചിച്ചത്. എഴുത്തച്ഛൻ ഇവിടെ എന്താണ്, കേരളത്തിലെ ജനങ്ങളുടെ, മലയാളി ജനങ്ങളുടെ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ അധ്യാത്മരാമായണം എഴുതിയത്. ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും, അതായത് എന്താണോ വേണ്ടത് അത് നമുക്ക് കിട്ടുന്നതാണ്. ധനം ആഗ്രഹിക്കുന്നവന് ധനം, ദീർഘായുസ് ആഗ്രഹിക്കുന്നവന് ദീർഘായുസ്,
അതുപോലെ തന്നെ എന്താണ് രോഗശാന്തി ആഗ്രഹിക്കുന്നവന് രോഗശാന്തി, മുക്തി ആഗ്രഹിക്കുന്നവന് മുക്തി. അപ്പൊ അങ്ങനെ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആഗ്രഹം സഫലമാകും. അതുകൊണ്ട് ഇത് നീ കേൾക്കുക എന്ന് പറയുകയാണ്. എന്നിട്ട് വീണ്ടും എന്താണ് ഇവിടെ വീണ്ടും ഈ കഥയുടെ ഒരു ചെറുരൂപം, രാമായണത്തിന്റെ ഒരു ചെറുരൂപം വീണ്ടും പറയുന്നുണ്ട്. അതായത് രാവണൻ തുടങ്ങിയ രാക്ഷസന്മാരുടെ ഭാരം കൊണ്ട് വിവശയായ ഭൂമിദേവി ഒരു പശുവിന്റെ രൂപത്തിൽ ദേവന്മാരോട് കൂടി, താപസന്മാരോട് കൂടി, ബ്രഹ്മാവിനോട് കൂടി, എല്ലാവരും കൂടി എന്താണ് ശ്രീ പരമേശ്വരൻ പറയാണ് ഞാനും ഒക്കെ കൂടിയിട്ട് എന്താണ് മഹാവിഷ്ണുവിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അവിടെ നമുക്കിത് വായിക്കുന്ന സമയത്ത് എന്താണ് മഹാവിഷ്ണുവിനെ ഇവിടെ വർണ്ണിക്കുന്നത്, മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നത്, ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ എന്നിട്ട് പറയുകയാണ് അങ്ങേക്കെല്ലാം അറിയാലോ. മഹാവിഷ്ണു ചോദിക്കുകയാണ് എന്തിനാ വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങേക്കെല്ലാം അറിയാലോ, എന്നാലും പറയാം. ഭൂമിയും സ്വർഗവും പാതാളവും ഒക്കെ അടക്കി ഭരിച്ച രാക്ഷസന്മാർ ഇവിടെ എന്താണ് വളരെ അധർമ്മമാണ് പെരുമാറുന്നത്. യാഗാദികളൊന്നും നടക്കുന്നില്ല. യോഗീന്ദ്രന്മാരും മുനിമാരും ഒക്കെ പതിവ്രതകളും ഒക്കെ എന്താണ് അവിടെ വളരെ ക്ലേശിക്കുകയാണ്. അവരൊക്കെ പിടിച്ചുകൊണ്ടുപോവുകയാണ്, കൊല്ലുകയാണ്. അപ്പോൾ ധർമ്മവും മര്യാദയും ഒക്കെ ഇല്ലാതായി. അതുകൊണ്ട് അങ്ങ് അതിനൊരു പരിഹാരം കാണണം. അവന് ഒരു വരം കൂടി കിട്ടിയിട്ടുണ്ട്. എന്താണ് അവൻ സാധാരണ ആൾക്കാരൊന്നും മരിക്കില്ല, ദേവന്മാരാലൊന്നും മരിക്കില്ല, അവൻ ഒരു മനുഷ്യനാൽ മാത്രമേ മരിക്കൂ. അങ്ങനെയുള്ളൊരു വരവും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് തന്നെ വരേണ്ടി വരുമെന്ന് പറയുകയാണ്. അപ്പോൾ വിഷ്ണു ഭഗവാൻ പറയുകയാണ്, പണ്ട് കശ്യപ മഹർഷിയും അതിഥി ദേവിയും അവർ ഭാര്യാഭർത്താക്കന്മാരായിരുന്നു. അപ്പൊ ഞാൻ അവരുടെ പുത്രനായിട്ട് ജനിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് എന്നെ ഭജിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഞാൻ അവരുടെ പുത്രനായിട്ട് ജനിക്കും. യോഗമായ ജനകന്റെ കൊട്ടാരത്തിൽ രാവണ വംശനാശത്തിനായിട്ട് അവിടെയും ജന്മമെടുക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കാണ്ട് പോയിക്കോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ബ്രഹ്മാവും ദേവന്മാരോട് പറയുകയാണ്, മഹാവിഷ്ണു ദശരഥന്റെ പുത്രനായിട്ട് അയോധ്യയിൽ ജനിക്കും. മായാദേവി ജനകപുത്രിയായിട്ട് മിഥിലയിലും ജനിക്കും. അപ്പൊ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം ദേവന്മാരൊക്കെ? കാരണം ഭൂമിയിലും 3 ലോകങ്ങളിലും ധർമ്മം സ്ഥാപിക്കണം. അതിന് മഹാവിഷ്ണു മാത്രം അവതരിച്ചാൽ പോരാ, സംഘശക്തി, അതായത് സംഘടിക്കണം. ആലോചിച്ചൊക്കെ ദേവന്മാർ പോലെ സംഘടിക്കുകയാണ്. അതായത് ഒരു ദേവന് ഈ അധർമ്മത്തെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ദേവന്മാർ മുഴുവൻ സംഘടിക്കുകയാണ്. അപ്പോൾ ഇവിടെ സംഘടിക്കണം. സംഘടനയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയുകയാണ്. സംഘടിക്കണം. എങ്ങനെ? നിങ്ങളൊക്കെ മഹാവിഷ്ണുവും യോഗമായും ജനിക്കുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? നിങ്ങളൊക്കെ ഭൂമിയിൽ ജനിക്കണം. നിങ്ങൾ വാനരന്മാരായിട്ട് ഭൂമിയിൽ ജനിക്കുക. കാടിലും പർവ്വതങ്ങളിലും ഗുഹകളിലും വൃക്ഷങ്ങളിലും ഒക്കെ നിങ്ങൾ ഉണ്ടാവണം, എല്ലാ സ്ഥലത്തും ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ശ്രീരാമദേവനും സീതാദേവിയായിട്ട് യോഗമായി ജനിക്കുന്നതിന് മുൻപേ തന്നെ ഈ വാനരന്മാരൊക്കെ കാട്ടിൽ ജനിക്കുകയാണ്. ആ കാട്ടിൽ ജനിച്ചു കഴിഞ്ഞു. അധർമ്മം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള പദ്ധതി ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അതിനിവിടെ രൂപം കൊടുക്കുകയാണ്. ഇനി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇനി എന്താണ് അയോധ്യയിലേക്ക് വരുന്നത്. ഈ അയോധ്യയിലേക്ക് വരുന്ന സ്ഥലത്ത് കോസലമാണ് രാജ്യത്തിന്റെ പേര്, അയോധ്യ എന്നല്ല. അയോധ്യ കോസലത്തിന്റെ തലസ്ഥാനമാണ്. അപ്പൊ അവിടെ അമിത ഗുണവാനും നല്ല ധർമ്മിഷ്ഠനും ധൈര്യവാനും ഇന്ദ്രതുല്യനും ഒക്കെ ആയിട്ടുള്ള സത്യസന്ധനൊക്കെ ആയിട്ടുള്ള കാരുണ്യവാനായിട്ടുള്ള ദശരഥ മഹാരാജാവ് അവിടെ രാജ്യം ഭരിക്കുകയാണ്, കോസല രാജ്യം ഭരിക്കുകയാണ്. അദ്ദേഹത്തിന് കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ 3 പത്നിമാരുണ്ട്. നല്ല നല്ല മന്ത്രിമാരൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും രാജ്യ ഐശ്വര്യത്തിലാണ്. പക്ഷേ അദ്ദേഹത്തിന് മക്കളില്ല, അനന്തരാവകാശികളില്ല എന്നുള്ള ദുഃഖം അദ്ദേഹത്തിനെ വളരെയധികം അലട്ടുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ രാജഗുരുവായിട്ടുള്ള വസിഷ്ഠനുമായിട്ട് ഇത് ചർച്ച ചെയ്യുകയാണ്. വസിഷ്ഠ മഹർഷി അദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, നിനക്ക് 4 പുത്രന്മാർ ജനിക്കും, അതിന് ഋഷ്യശൃംഖനെ വരുത്തണം. വിഭാണ്ഡക മഹർഷിയുടെ പുത്രനായിട്ടുള്ള ഋഷ്യശൃംഖനെ വരുത്തണം എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഈ പുത്രലാഭാലോചന, അതാണ് ആ ഭാഗത്തിന്റെ പേര്. വസിഷ്ഠനുമായിട്ട് ദശരഥൻ ചർച്ച ചെയ്യുന്ന ഭാഗത്തിന്റെ പേര് അതാണ്. അപ്പോൾ വിഭാണ്ഡക മഹർഷിയുടെ പുത്രനായിട്ടുള്ള ഋഷ്യശൃംഖനെ വരുത്തണം, പുത്രകാമേഷ്ടി യാഗം നടത്തണമെന്ന് ഗുരു ഇവിടെ രാജാവിനെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഉപദേശിക്കുന്ന സ്ഥലത്ത് നമുക്ക് രാമായണ പാരായണത്തിന്റെ 1ാമത്തെ ഭാഗം നിർത്താൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 500ഓളം വരികൾ നമ്മളിവിടെ പാരായണം നടത്തുന്നതിൻ്റെ സാരാംശമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. നിങ്ങൾ ഇത് കേട്ടിട്ട്, ഈ സാരാംശം കേട്ടിട്ട് ഈ രാമായണത്തിന്റെ ഈ ആദ്യ ഭാഗം വായിച്ചു നോക്കുക.
മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ നമുക്കറിയാം മലയാളത്തിലെ വരികൾ നമുക്ക് ഗ്രഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ ഈ ഭാഗം വായിക്കുന്ന സമയത്ത് നമ്മുടെ രാമായണ പാരായണം, ഈ വായന വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും കൂടി സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നമസ്തേ. രാമായണ പാരായണത്തിൻ്റെ 1ാം ഭാഗം ഇവിടെ പൂർത്തിയാവുകയാണ്. നന്ദി. നമസ്തേ.